ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തല്ലേ നിങ്ങളെല്ലാവരും പൂക്കളിട്ടിരുന്നോ? ഞാനും ഒരു പൂക്കളിട്ടു. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇന്ന് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ? അത്തൊക്കെയല്ലേ, ഒരു ചെറിയ മധുരമാവാം. അതിനായി ഒരു ബൗളിലേക്ക് റവ ഇടുക. റവ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ നമുക്കതിലേക്ക് പശുവിന് പാല് ചേർത്ത് കുതിർത്താൻ വെക്കണം. 1 മണിക്കൂർ നേരത്തേക്ക് റവ അവിടെ മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് തേങ്ങ ചിരവിയത് അതിലേക്ക് പാളയംകുടമ്പഴം, ഞാൻ പാളയംകുടമ്പഴമാണ് ചേർക്കാറ്. അത് ചെറുതായി അരിഞ്ഞ് തേങ്ങയിൽ ചേർത്ത് മിക്സിയുടെ ജാറിൽ നന്നായി അരച്ചെടുക്കാം. പിന്നെ ശർക്കര ഉരുക്കി പാനിയാക്കി അത് അരിച്ചും വയ്ക്കണം. പിന്നെ നമ്മളുടെ റവ നമ്മൾ കുതിർത്താൻ വെച്ചില്ലേ, അതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അപ്പോൾ ഇതുപോലെ കട്ടയായിട്ട് നമുക്ക് തോന്നും. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. അത് അരച്ച് കഴിയുമ്പോൾ നല്ലപോലെ ലൂസായി വരും. അത് നന്നായി അരച്ചെടുക്കുക. നല്ല ഇതായിട്ട് അരക്കരുത്. അരച്ച് കഴിയുമ്പോൾ ചെറിയ തരി പോലെ, അതായത് ഇതേപോലെ നമ്മൾ കയ്യിലെടുത്താൽ ഇതേപോലെ ഇരിക്കണം. ഇങ്ങനെ ഇരിക്കുന്ന വിധത്തിൽ നമ്മളതിനെ അരച്ചെടുക്കണം. പിന്നെ നമുക്ക് അതിലേക്ക് നമ്മൾ റവ എത്രയാണോ എടുത്തത് അത്ര തന്നെ അരിപ്പൊടി വേണം. ചെറിയൊരു ബൗള് മൈദ, പിന്നെ നമ്മൾ റവയും പാലും ചേർത്ത് അരച്ചത്, തേങ്ങ പാളയംകുടമ്പഴം ചേർത്ത് അരച്ചത്, ശർക്കര പാനി, ഏലക്കായും ജീരകവും പൊടിച്ചത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടത്. അതിനായി നമുക്കൊരു പാത്രം വയ്ക്കാം. അതിലേക്ക് അരിപ്പൊടി ചേർക്കാം. റവ എത്രയാണോ എടുത്തത് അത്ര തന്നെ അരിപ്പൊടി, പിന്നെ ഒരു ചെറിയ ബൗള് മൈദ, പിന്നെ നമ്മൾ റവയും പാലും കൂടി ചേർത്ത് അരച്ചത്, പിന്നെ പഴവും തേങ്ങയും അരച്ചത്, ഇതെല്ലാം അതിലേക്ക് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ ശർക്കരപ്പാനി, പിന്നെ നമ്മൾ ഏലക്കായയും ജീരകവും പൊടിച്ചത്, ഇതെല്ലാം ചേർത്ത് ഒട്ടും കട്ടയില്ലാതെ കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു 2 മണിക്കൂർ നേരം അതിനവിടെ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കണം. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് കുറച്ച് നെയ്യൊഴിച്ച് തേങ്ങ ചെറുതായി അരിഞ്ഞതിട്ട് നല്ല ബ്രൗൺ നിറമാവുന്നത് വരെ വറുത്തെടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് എള്ള് ചേർക്കാം. എള്ള് ഓരോന്നായി പൊട്ടി വരുമ്പോൾ മാറ്റി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ച മാവിലേക്കിടാം. നമ്മൾ എപ്പോഴാണോ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങുന്നത് ആ സമയത്ത് ഈ വറുത്ത എള്ളും തേങ്ങയും അതിൽ ചേർത്താൽ മതി. മുന്നിൽ ചേർത്ത് വയ്ക്കണ്ട കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. വെളിച്ചെണ്ണ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു തവിയിലോ മാവെടുത്ത് കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കാം. എനിക്ക് ഗ്യാസിൽ വയ്ക്കാൻ പേടിയാവും ഉണ്ണിയപ്പം, അതുകൊണ്ടാണ് ഞാനത് അടുപ്പത്ത് ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് എണ്ണയങ്ങ തൂവി ഗ്യാസിലേക്ക് പോയെങ്കിലും എന്ന് പേടിച്ചിട്ടാണ് ഞാൻ അടുപ്പത്ത് തന്നെയാണ്. ഇങ്ങനെയുള്ള എണ്ണയിലുണ്ടാക്കുന്ന സാധനങ്ങളൊന്നും ഞാൻ അടുപ്പത്ത് ചെയ്യില്ല, എനിക്ക് പേടിയാണ്. അതുകൊണ്ടൊക്കെ ഞാൻ അടുപ്പത്തെ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കത് ഒരു സ്പൂൺ ഉപയോഗിച്ച് മറിച്ചിടാം. അങ്ങനെ ഓരോന്നും മറിച്ചിടുക. അപ്പോൾ മറിച്ചിട്ടു. ഇപ്പോൾ 2 സൈഡും നന്നായി മൊരിഞ്ഞു വന്നു. നമുക്കത് ഓരോന്നെടുത്ത് ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്കിടാം. ചെറിയ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അത് ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും. അതുകൊണ്ട് ടിഷ്യൂ പേപ്പറിൽ ഇടുന്നതാണ് കൂടുതൽ നല്ലത്. എൻ്റെ ഉണ്ണിയപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇനി അടുത്ത വീഡിയോയുമായി നാളെ വരാം. ബൈ.